ഇപ്പോൾ മുണ്ടക്കൈ വാർഡ് മെമ്പർ ശ്രീ നൂറുദ്ദീൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നൂറുദ്ദീൻ, വലിയ ദുരന്തമാണ്. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. എത്തരത്തിലാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം? ഇപ്പോ നമ്മള് ഉള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ ഈ എടക്കര ഭാഗത്തുനിന്ന് നിലമ്പൂര് ഭാഗത്തുനിന്ന് കൂടുന്ന ബോഡികൾ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഏതാ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ മേപ്പാടി പള്ളിയിലെത്തും. പള്ളിയിലെത്തി കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളൊക്കെ കാണിച്ചിട്ട് ഇത് ഈ മരിച്ച മയ്യത്ത് 10-18 മയ്യത്തുണ്ട്, ബോഡി ഉണ്ട്. ഈ ബോഡികളൊക്കെ മറവ് ചെയ്യാനുള്ള ഒരു സജ്ജീകരണമാണ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി നടക്കുന്നത്. പിന്നെ ചൂരൽമല ഇപ്പോൾ ശരിക്കും NDRF-ഉം ടീമും ഇറ്റാച്ചു ഇതൊക്കെ ശരിയാക്കിയിട്ട് മുണ്ടക്കായിൽ മരിച്ചു കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ നൂറുദ്ദീൻ, താങ്കൾ അടക്കമുള്ള ആളുകൾ ഇന്നലെ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൃത്യമായ ഒരു കണക്കുണ്ടോ ഇപ്പോഴും ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ, കണ്ടെത്താനുള്ള ആളുകളുടെ ഒക്കെ ഒരു കൃത്യമായ ഒരു കണക്കുണ്ടോ? എത്തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനിയൊരു 10-50 ആളുകൾ കിട്ടാനുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക്. ഒരു 50 ആള് ഓൾറെഡി ഇപ്പോ 10-15 ആള് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകളെ. പക്ഷെ ബാക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇനി ആളുകളെ ഒരുപാട് കിട്ടാനുണ്ട്. അന്വേഷണത്തിൽ ഓരോ കുടുംബങ്ങളോട് ചോദിച്ചപ്പോഴും ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഇനി ആളെ കിട്ടാനുണ്ട് എന്നാണ്. ഒരു 10-50 ആളെങ്കിലും ഇനിയും കിട്ടാനുണ്ട്. ഇന്ന് കൂടുതൽ സേനാംഗങ്ങൾ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. എത്തരത്തിലാണ് ഈ ആശുപത്രിയിലുള്ള പരിക്കേറ്റ ആശുപത്രിയിലുള്ളവരുടെ ഒരു ആരോഗ്യനില, അവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതൊക്കെ ലഭ്യമാണോ? ആശുപത്രിയിലുള്ള എല്ലാവരും ഓൾമോസ്റ്റ് 100% എല്ലാവരും ഓക്കെയാണ്. അതിലൊരു 4-5 പേരുടെ നില കുറച്ച് മോശമായിട്ടാണ് പറയുന്നത്. ബാക്കി എല്ലാവരും ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ശ്രീ നൂറുദ്ദീൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്